നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഖത്തറിന് നേരെ ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണം, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ, അറബ് രാജ്യങ്ങൾ ഖത്തർ വിഷയത്തിൽ ഒന്നിക്കുന്നു എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപ് കാലുവാരിയിട്ടുണ്ട്. ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ട്രംപ് പറയുന്നത്, ഖത്തറിന് നേരെ ഉണ്ടായ ആക്രമണം അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ബെഞ്ചമിൻ നെതന്യാഹു കൈവിട്ട കളികൾ കളിക്കുന്നു, ഇതിനെ പൂർണ്ണമായും ഞാൻ എതിർക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുന്നു. അതായത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾ അത് അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപിന് ആ ഒരു നിലപാട് എടുത്തേ കഴിയുകയുള്ളൂ. കാരണം ഖത്തറുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. നയതന്ത്ര ബന്ധം മാത്രമല്ല, സാമ്പത്തികപരമായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇപ്പോൾ ഇസ്രയേലിനെ കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരു അമേരിക്ക, ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇസ്രയേലിനോട് പറഞ്ഞത് ശത്രുക്കളെ എല്ലാം അടിച്ച് നിരപ്പാക്കിക്കോളൂ എന്നൊക്കെ പച്ചക്കൊടി വീശിയ ട്രംപ് ആണ്. പക്ഷേ ഈ രണ്ടാം തവണ വന്നപ്പോൾ അടിമുടി എല്ലാവരുടെയും കാല് വാരുന്ന ഒരു ട്രംപിനെ നമ്മൾ കണ്ടു. പക്ഷേ ഇസ്രയേൽ ക്യാറ്റ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ആരുടെയും അനുമതിയോ ആക്രമണം നടത്തുന്നതിന് ആരും പച്ചക്കൊടി വീശുകയോ ഒന്നും വേണ്ട. ജൂതരാഷ്ട്രത്തിന് നേരെ വരുന്നത് ആരാണെങ്കിലും ഞങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് ട്രംപിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് ട്രംപിനെയും അടിച്ചോടിക്കുന്ന ഒരു അവസ്ഥ. ശരിക്കും ഖത്തറിൽ നടന്ന ആക്രമണത്തോടുകൂടി വലിയ മാറ്റങ്ങൾ, പല ചേരികൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു. ഇതില് ഈ പറഞ്ഞ ട്രംപ് ഈ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി, അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇവർ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ്. സ്വന്തം നിലനിൽപ്പല്ലേ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ ഇസ്രയേലുമായിട്ട് മിണ്ടുന്നേ ഇല്ല, ഞങ്ങൾ യാതൊരു അടുപ്പവും ഇല്ല എന്നൊക്കെ വിളിച്ചു പറയുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണം പക്ഷെ മിഡിൽ ഈസ്റ്റില് മുഴുവനും വലിയൊരു ഞെട്ടൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ സജീവമായിട്ട് ഇടപെടുന്ന, സ്ഥിരമായി മധ്യസ്ഥത വഹിക്കുന്ന നിഷ്പക്ഷ രാജ്യമാണ് ഖത്തർ എന്നാണ് പറയുന്നത്. ആ രാജ്യത്ത് ഇങ്ങനൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനൊരു അടി കിട്ടും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ആക്രമണത്തിൽ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിലും കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന 5 പേർ മരിച്ചു എന്ന് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ നേതാവിന്റെ മകനും ഉൾപ്പെട്ടിട്ടുണ്ട്, അൽഖയ്യയുടെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ പ്രതിനിധി സംഘം സുരക്ഷിതരാണ് എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വെളിപ്പെടുത്തൽ ഇസ്രയേലിനെ സംബന്ധിച്ച് വൻ തിരിച്ചടി തന്നെയാണ്. കാരണം ഇവർ ലക്ഷ്യമിട്ടത് ഈ ചർച്ചയ്ക്ക് വരുന്ന നേതാക്കന്മാരെ തന്നെയാണ്. അത് പച്ചയ്ക്ക് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അവരെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ മൊസാദ് ആസൂത്രണം ചെയ്ത ആക്രമണം കുറച്ചൊന്ന് പാളിയില്ലേ എന്നൊരു സംഭവം അവിടെ വരുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ തന്നെ കൊല്ലപ്പെടുമായിരുന്നു. ഇപ്പൊ നേതാക്കന്മാരെല്ലാവരും സുരക്ഷിതരാണ്. മകനും ബാക്കി 4 പേരുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവിടെ പറയാനുള്ള ഒരു കാര്യം, ഒരു ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചതാണ്. ഹമാസ് പറയുന്നത്, ഇസ്രയേൽ പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നവർ ഒന്നെങ്കിൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലായിരിക്കും എന്നുള്ളതിന്റെ കൃത്യമായ ഒരു മറുപടി ഇസ്രയേൽ കഴിഞ്ഞ ദിവസമാണ് ഹമാസ് പറയുന്നത് തങ്ങളുടെ നേതാക്കൾക്ക് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്. അതിനുശേഷം IDF പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, അങ്ങനെ നിങ്ങളുടെ നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ സുരക്ഷിതരായി ഏതെങ്കിലും ഒരു മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഒരു ലൈവ് വീഡിയോ എങ്കിലും അവർ പങ്കുവെക്കട്ടെ. നിങ്ങളുടെ ഹമാസിന്റെ ബാക്കിയുള്ള ഭീകരർക്ക്, പോരാളികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരു ഊർജമാകുമല്ലോ അത്. എന്തുകൊണ്ട് നേതാക്കൾ അങ്ങനെ ഒരു വീഡിയോ പോലും പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത് ഹമാസ് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നേതാക്കന്മാരെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളം പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഖത്തർ. അവിടെ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ആക്രമണത്തിന് അമേരിക്ക പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ ആക്രമണത്തിനെ കുറിച്ച് ഇസ്രയേൽ അമേരിക്കയുമായി പങ്കുവച്ചിട്ടുണ്ട്. അമേരിക്ക അത് കൃത്യമായി ഖത്തറിനെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഖത്തർ പറയുന്നുണ്ട് ആക്രമണം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു ആക്രമണം നടക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. മുന്നറിയിപ്പ് കൊടുക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് തന്നെ ഇവിടെ ആക്രമണം നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു ഒത്തുകളി തന്നെയാണ്.
അങ്ങനെ സംശയിക്കാനും കഴിയില്ല. കാരണം അമേരിക്ക ഖത്തറിന് നേരെ ഒരു ആക്രമണത്തിന് ഇസ്രയേലിനെ സഹായിക്കുമെന്ന് കരുതാൻ കഴിയില്ല. ഇറാനെ ആയിരുന്നെങ്കിൽ നമുക്ക് രണ്ടും കൽപ്പിച്ചു പറയാം, ഉറപ്പായും അമേരിക്ക സഹായിക്കുമെന്നുള്ളത്. പക്ഷെ ഖത്തറിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം ഖത്തർ പറയുന്നത് ഇനിയും അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല, അത് എന്നൊരു നിലപാട് അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഒരു സമീപനം വെച്ച് പറയുന്നതാകാം. പക്ഷെ ഖത്തറിലേക്ക് നടന്ന ആക്രമണത്തിൽ അമേരിക്കയുടെ സഹായം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വലിയ നിക്ഷേപങ്ങൾ ഖത്തറുമായിട്ട് അമേരിക്ക പല കരാറുകളും, ഒരു കാര്യമുണ്ട്, ഈ ദൂരത്തിന്റെ കാര്യം വെച്ചാണ്. അതായത് ഈ ഖത്തറിനെ ആക്രമിക്കണമെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലിന് അമേരിക്കയുടെ സഹായം വേണം എന്ന് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെയും അവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. കാരണം യമനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ ഒരു സഹായവും ഈ പറയുന്ന ഇസ്രയേലിന് ഉണ്ടായിരുന്നില്ല. അതും ദൂരം കൂടുതലാണ്. എന്നിട്ടും ഇസ്രയേൽ ആക്രമണം നടത്തി. അപ്പോൾ ഇസ്രയേൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ജൂതരാഷ്ട്രത്തിന്റെ നേരെ ശത്രുക്കളായി നിൽക്കുന്നത് ആരാണെങ്കിലും അവരെ ആക്രമിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു അമേരിക്കയുടെ അനുവാദം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പറയുന്ന അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു പൊള്ളുന്ന നിലപാട്, ഖത്തറിന് നേരെ ഒരു ആക്രമണം നടത്തുന്ന ഒരു പൊള്ളുന്ന നിലപാട് സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു. പക്ഷെ അറബ് രാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ അമേരിക്കയുമായുള്ള സഹകരണം ആവശ്യമില്ല. അറബ് ലോകത്ത് നിന്നും വളരെ ശക്തമായി തന്നെ ഉയരുന്ന ഒരു ഇതാണ്. അമേരിക്ക പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഇപ്പോൾ അവരുണ്ടാക്കിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. തങ്ങളുടെ രാജ്യം വിട്ടുപോകണം എന്ന് ഖത്തർ ഭരണകൂടം ആവശ്യപ്പെട്ടാൽ പക്ഷെ പിന്നെ അവിടെ തുടരാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവര് പറയാണ്, ഇനി നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഖത്തറിൽ നിന്ന് അമേരിക്കൻ സൈന്യം ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. അപ്പൊ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് സുരക്ഷ നൽകാൻ റഷ്യയും ചൈനയും എന്തിന് ഇന്ത്യ പോലും തയ്യാറാകും. അപ്പോ അങ്ങനെ ആവുമ്പോൾ ഇപ്പോ ഇന്ത്യയുമായി ഉൾപ്പെടെ കൊമ്പ് കോർത്തിരിക്കുന്ന അമേരിക്കയ്ക്ക് എല്ലാവരാലും ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ടാണ് അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ, പ്രക്ഷോഭം നേരത്തെ പറഞ്ഞതുപോലെ, ഇസ്രയേല് ഞങ്ങളുമായി ആലോചിച്ചിട്ടല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഖത്തറിന് അങ്ങനെ അമേരിക്കൻ സൈന്യം, അമേരിക്കൻ ക്യാമ്പ് അവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് പോകണമെന്ന് പറയാൻ പെട്ടെന്നൊരു ദിവസം കഴിയുന്ന കാര്യമല്ല അത്. പക്ഷെ അറബ് രാജ്യങ്ങൾ ഒരുമിച്ചാണ് പറയുന്നത്. അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ചരിത്രം എവിടെയെങ്കിലും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിനു മുൻപ് പലസ്തീൻ വിഷയത്തിൽ ഇതിലും വലിയ ആക്രമണങ്ങൾ, എത്രയോ ആക്രമണങ്ങൾ, ഗാസയെ മുഴുവനായിട്ടും ചിന്നിച്ചിതറിക്കുന്ന ആക്രമണങ്ങളാണ് നടന്നത്. എന്നിട്ട് ഗാസ വിഷയത്തിൽ ഇവരാരും ഒരുമിച്ച് നിന്നിട്ടില്ല. അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോഴത്തെ അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഈ പറയുന്ന പോലെ തന്നെ സാമ്പത്തിക വളർച്ചയാണ് അറബ് രാജ്യങ്ങളുടെ, ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. അല്ലാതെ ഇറാനെ പോലെയോ അല്ലെങ്കിൽ ഇറാഖ് പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളെ പോലെ ഈ ഭീകരവാദത്തിനൊന്നും പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനം അറബ് രാജ്യങ്ങൾക്കില്ല, ഗൾഫ് രാജ്യങ്ങൾക്കില്ല പൊതുവെ. അപ്പോൾ ഇവരുടെ ആവശ്യം സാമ്പത്തികമായി ഉന്നതിയിലെത്തുക എന്നുള്ളതാണ്. അതിന് ഇവർക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. അമേരിക്കയെ പാടെ അങ്ങ് തള്ളിക്കളയുന്ന ഒരു നിലപാട് ഒരു രാജ്യങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയില്ല. ഈ പറയുന്ന പോലെ തന്നെ സൗദിയിൽ അമേരിക്കയുടെ സൈനിക താവളമുണ്ട്. അവിടെ നിന്ന് ഇതങ്ങ് പൊളിച്ചുകൊണ്ടു പോകാൻ പറയാൻ സൗദിക്ക് കഴിയില്ല. കാരണം അവർക്ക് ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമേരിക്കയുടെ താവളം അവിടെ ആവശ്യമാണ്. അതൊരാവശ്യമാണ്. ഖത്തറിനും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം നേരെ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ആക്രമണം എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ്. അതിനെയൊക്കെ തടുക്കുന്നതിനും ഈ പറയുന്ന രാജ്യങ്ങളുടെ അവരുടെ ഒരു ബലം കൂടിയാണ് സൈനിക ക്യാമ്പുകൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊടുന്നനെ ഇതങ്ങ് പൊളിച്ചുകൊണ്ട് പോകൂ എന്ന് പറയാനുള്ള ഒരു പറ്റില്ല, പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ ഒരു ഇതുകൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയും സ്വന്തം പൗരന്മാർക്കും സൈനികർക്കും എല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ വ്യോമസേനയുടെ പശ്ചിമേഷ്യയിലെ പ്രധാന കമാൻഡ് സെന്ററായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം. ഇവിടെ 20,000-ഓളം അമേരിക്കൻ സൈനികർ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവർക്കെല്ലാം അതീവ സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കാരണം ഹമാസ് ഇപ്പോഴും നിർണായക സ്വാധീനമായിട്ട് ഖത്തറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിന്നൽ ആക്രമണം നടത്തുമോ ഹമാസ് എന്നുള്ള ഒരു പേടി, വീണ്ടും ഇനി അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് ഹമാസ് ഒരു ആക്രമണം നടത്തുമോ എന്നുള്ള പേടി ഹമാസിലെല്ലാം. കാരണം ഹമാസ് തന്നെ ആക്രമണം നടത്തുമോ? കാരണം അമേരിക്കയുടെ അറിവോട് കൂടിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഹമാസ്
ഒരുപക്ഷെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തിക്കൂടാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരു അടുത്ത കാലത്തെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമാസിന് കൃത്യമായി ഇസ്രയേലിന് നേരെ പോലും ഒരു ആക്രമണം നടത്താനുള്ള ശേഷിയില്ല. പിന്നെ ഭയക്കേണ്ട ഒരു കൂട്ടരാണ് ഹൂതികൾ ആക്രമിക്കുമോ എന്നുള്ള ഒരു ആശങ്ക വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാം. അപ്പോൾ ആ ഒരു ഭയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹമാസ് എപ്പോഴും ഹമാസിനൊപ്പം നിൽക്കുന്നുണ്ട്. ഹമാസിന്റെ ഒരാളെ തൊട്ടാൽ ഞങ്ങള് ഒരുമിച്ച് ഇറങ്ങുമെന്ന് ആദ്യം മുതലേ ഹൂതികൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ മകനാണ് മരിച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെ നോക്കാനാണെങ്കിൽ ഇപ്പോൾ നേതാക്കന്മാര് വിരലിലെണ്ണാവുന്നവർ മാത്രമാണുള്ളത്. യഹ്യ സിൻവർ മരിച്ചപ്പോൾ നമ്മൾ ഇതിലും വലിയ കൊലവിളി കേട്ടതാണ് ഹമാസിന്റെ, ഇറാന്റെ. എന്നിട്ടും വലിയ ഒരു മാറ്റവും അന്ന് സംഭവിച്ചില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ പറയുന്നുണ്ട്, അപ്പൊ ഖത്തർ എങ്ങനെയും പ്രത്യാക്രമണം നടത്തുമോ, ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചോദ്യം വളരെ വലുതായിട്ട് തന്നെ വരുന്നുണ്ട്. ഖത്തർ വിഷയത്തിൽ, അതായത് ഖത്തർ ആക്രമിക്കപ്പെട്ടപ്പോൾ ആദ്യം പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നത് UAE ആണ്. മറ്റ് അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ അമേരിക്കയെ ആദ്യം തള്ളിക്കളയാതെ എന്നാൽ ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. സൗദിയും ഈ പറയുന്നത് പോലെ തന്നെ പൂർണ്ണമായി അങ്ങ് ഖത്തറിനെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമൊന്നും സ്വീകരിച്ചിട്ടില്ല. അതിന് കാരണം സൗദിക്ക് കൃത്യമായി അറിയാം ഹമാസിന്റെ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നത് ഖത്തറിലായിരുന്നു എന്നുള്ളത്. ഈ നിഷ്പക്ഷ നിലപാട് ഖത്തർ എപ്പോൾ സ്വീകരിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എവിടെയാണ് ഖത്തർ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചത്? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞതാണ്, ഹമാസിന്റെ നേതാക്കൾ എല്ലാവരും സുഖസൗകര്യത്തിൽ കഴിയുന്നത് ഖത്തറിലാണ്. എന്നിട്ട് മധ്യസ്ഥത നടത്തിയിട്ട് ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറയുന്നതിൽ രാജ്യമായാണ് അറിയപ്പെടുന്നത്, സ്വയം പറയപ്പെടുന്നത്. അല്ലാതെ ഖത്തറിനെ എങ്ങനെയാണ് നമുക്കൊരു നിഷ്പക്ഷ രാജ്യമായിട്ട് കാണാൻ കഴിയുന്നത്? ഈ പറയുന്ന അതുകൊണ്ട് തന്നെ ഖത്തർ തിരിച്ചടിക്കില്ലേ എന്നുള്ളതാണ്. എന്തുകൊണ്ടൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന കണ്ണിയായിരുന്നു. ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാനായിരിക്കും ഖത്തർ ശ്രമിക്കുക. കാരണം ഇസ്രയേലിന് നേരെ വീണ്ടും ഒരു ആക്രമണത്തിന് ഖത്തർ തയ്യാറാകില്ല. അതെ, പക്ഷെ എങ്കിലും ഒരു 3-4 പോയിന്റുകളെ വെച്ചുകൊണ്ട് ഖത്തറിനെ വേണമെങ്കിൽ തിരിച്ചടിക്കാൻ, അല്ലെങ്കിൽ ഖത്തർ എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് ഖത്തറാണ് ഒരു പ്രധാന കണ്ണിയായിട്ട് ഇസ്രയേലിനും ഹമാസിനും ഇടയിൽ നിന്നിരുന്നത്. അമേരിക്ക പോലും ഖത്തറിനെയാണ് ഹമാസുമായിട്ട് ആശയവിനിമയം നടത്താൻ ആശ്രയിച്ചിരുന്നത്. അപ്പൊ മധ്യസ്ഥ റോളിൽ നിന്ന് താൽക്കാലികമായി ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് വേണമെങ്കിൽ ഖത്തറിന് പറയാം. അത് അമേരിക്കയ്ക്കും തന്നെ ഒരു സമ്മർദ്ദമാകും. കാരണം അമേരിക്കയ്ക്ക് പോലും ഇനി മധ്യസ്ഥതയ്ക്ക് ഒരാളില്ലാതെ വരും. ഖത്തറിന് പറയാം, ഖത്തറിന്റെ മധ്യസ്ഥതയെ നിങ്ങൾ മാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങളെ ഇനി ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഖത്തറിന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അപ്പൊ ഒരു കാര്യം ചോദിക്കാം, ഇതുവരെ ഖത്തറാണ് മധ്യസ്ഥത നിന്നത്, എന്നിട്ട് എന്ത് നേട്ടം ഉണ്ടായി? ഗാസയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ? ഇപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ളവര് ഖത്തറിനെയാണ് മധ്യസ്ഥത പട്ടികയിൽ വെച്ചിട്ടുള്ളത്. പക്ഷെ ചോദ്യം അതാണ്, ഖത്തർ മധ്യസ്ഥത നിന്നതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടോ? 2-3 തവണ വെടിനിർത്തൽ അവിടെ പറയുന്നത് പ്രശ്നം പരിഹരിക്കരുത് എന്ന് വെച്ചിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇപ്രാവശ്യം പരിഹരിക്കപ്പെടുമായിരുന്നു. ഈ ഒരു ആക്രമണം നടന്നില്ലായിരുന്നു എങ്കിൽ ഇപ്രാവശ്യം വളരെയേറെ നിർണായകമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നും 60 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമായിരുന്നു എന്നും പറയുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് അവിടെയല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ നടന്നതുകൊണ്ട് മാത്രം എന്ത് മാറ്റം ഗാസയിൽ ഉണ്ടാകുന്നു? ഞാൻ പറയട്ടെ, ഈ വെടിനിർത്തൽ നടക്കുന്ന സമയത്തും ഈ പറയുന്ന ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബന്ദികൾ 3-4 വെടിനിർത്തൽ കരാറുകൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായും ബന്ദികളെ തിരിച്ചു കൊടുക്കാൻ ഹമാസ് തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നില്ല. ബന്ദികളെ പൂർണ്ണമായും ഇസ്രായേലിന് തിരിച്ചു കിട്ടത്തില്ല എന്ന് ഇസ്രായേലിന് 101% അറിയാം തിരിച്ചു കിട്ടില്ല എന്ന്. ഇത് കിട്ടുകയാണെങ്കിൽ തന്നെ എത്ര പേരെ ജീവനോടെ കിട്ടും എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പുമില്ല. അങ്ങനെ ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം അന്ന് 2023 ഒക്ടോബർ 7 ആക്രമണം നടത്തിയ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെയൊക്കെ ഇല്ലാതാക്കുമെന്ന് ഈ യുദ്ധം തുടങ്ങി വെക്കുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെച്ച കാര്യമാണ്. അതാണ് അവർ നടപ്പാക്കുന്നത്. ഇപ്പോൾ ആക്രമണം നടന്നു എന്ന് പറയുന്ന ഖത്തറിലെ ദോഹയിലെ അത്താറ എന്ന പ്രവിശ്യയിൽ പൂർണ്ണമായും അവിടെ മുഴുവൻ ആക്രമിച്ചിട്ടില്ല. ഒരു കെട്ടിടത്തിന്റെ ഒരു മുറി മാത്രമാണ് ആക്രമിച്ചത്. ആ ഒരു മുറി ആക്രമിക്കാൻ അവർ കാരണമായി പറയുന്നത് 2023 ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടന്നപ്പോൾ അന്ന് ആക്രമണം നടന്നതിന് ശേഷം ആ വിവരം ഖത്തറിന്റെ ഹമാസിന്റെ നേതാക്കളിലേക്ക് ആ വിവരം എത്തുമ്പോൾ
ആ മുറിയിൽ ഈ പറയുന്ന ഹമാസിന്റെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു എന്നാണ്. ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ ആഘോഷിച്ച മുറിയാണ് അത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അവിടെ പാളിപ്പോയ ഒരേ ഒരു കാര്യം ഖത്തറിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അത് വലിയൊരു അടിയായി പോയി. അതാണ് ഇപ്പോൾ ഇസ്രയേലിന് നേരെ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ തിരിയുന്നതിന് കാരണം അവിടുത്തെ ആ രാജ്യത്തെ പൗരന്മാർക്ക് ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഏതൊരു രാജ്യമാണെങ്കിലും എടുക്കുന്ന ഒരു നിലപാട് അത് തന്നെയാണ്. ഇതിനു മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക IS-ന്റെ നേതാക്കളെ ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ പല കേന്ദ്രങ്ങളിലും കയറിയിരുന്ന IS-ന്റെ നേതാക്കളെയൊക്കെ കൊലപ്പെടുത്തുന്നത് വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ, അതും വലിയ കെട്ടിടങ്ങൾ, തൊട്ടപ്പുറത്ത് താഴെയും മുകളിലും ഒക്കെയായി സിവിലിയൻസ് കഴിയുന്ന കെട്ടിടങ്ങളാണ്. പക്ഷേ ആ കൃത്യമായി ഭീകരവാദികൾ ഉള്ള ഒരു മുറി ഏതാണോ ആ മുറി മാത്രം ലക്ഷ്യം വെച്ച് ആ ഭീകരനെ കൊന്നൊടുക്കുക എന്നൊരു നടപടിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ആ ഒരു മാതൃകയാണ് ഇവിടെ ഇസ്രയേൽ പിന്തുടർന്നത്. പക്ഷെ അവിടെ ഒന്ന് പാളിപ്പോയി എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇസ്രയേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാനും സാധ്യതയുണ്ട്. ഐക്യരാഷ്ട്രസഭയോട് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നീക്കം ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് ഒരു പേടിയുണ്ട്. കാരണം ആക്രമണത്തെ തുടർന്ന് അൾജീരിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്ന് ഇസ്രയേലിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇസ്രയേലിനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനും ഖത്തറിന് കഴിയുമെന്ന് പറയുന്നു. ഖത്തറിന് യൂറോപ്പിലും അമേരിക്കയിലും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളുണ്ട്. ഈ നിക്ഷേപങ്ങളെ ഉപാധിയായി ഉപയോഗിച്ച് ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ അതിന്റെ സഖ്യകക്ഷികളായ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സമ്മർദ്ദം ചെലുത്താൻ ഖത്തറിന് കഴിഞ്ഞേക്കും. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ഉപരോധങ്ങളുള്ളത്. ഉപരോധങ്ങൾ ഉണ്ടായിട്ട് പോലും റഷ്യ അവരുടെ നീക്കത്തിൽ നിന്ന് പിന്മാറുന്നില്ല. യുക്രൈന് നേരെ ആക്രമണം ഇസ്രയേലിന് പറ്റുമോ? ആയുധപരമായും സാമ്പത്തികപരമായും നോക്കുമ്പോൾ, അല്ലെങ്കിൽ സൈനിക ആയുധ കരുത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇസ്രയേലിനെ റഷ്യയോടൊപ്പം ഉപമിക്കാൻ കഴിയില്ല. പക്ഷേ അവരുടെ രീതികളാണ് നമ്മൾ നോക്കേണ്ടത്. യുക്രൈനിലേക്ക് റഷ്യ ആക്രമണം നടത്തുന്നത് പോലെ അല്ല ഈ പറയുന്ന ഇറാനിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഖത്തറിലേക്കോ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടങ്ങളിലെല്ലാം കൃത്യമായി ചാരന്മാരെ ഇറക്കി അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ഏത് മേഖലയിലാണോ ആക്രമണം നടത്തേണ്ടത് അവിടം കൃത്യമായി ആക്രമിക്കുന്ന ഒരു നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത്. അതായത് രീതികൾ രണ്ടാണ്, ഒരേ രീതിയല്ല. ഞാൻ പറഞ്ഞത് ഈ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും യുക്രൈനെ ആക്രമിക്കുന്നതിൽ നിന്ന് റഷ്യ പിന്മാറുന്നില്ല. അതിന് റഷ്യ മുൻപ് ഈ യുദ്ധം തുടങ്ങുമ്പോൾ പുടിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ യുക്രൈൻ പിടിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധമാണത്. 3 വർഷം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും അത് നിർത്താൻ പുടിൻ തയ്യാറാകാത്തതിന്റെ കാരണം ലോകത്തിന് മുൻപിൽ പുടിൻ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ഈ ഒരു ചെറിയ രാജ്യത്തെ പിടിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ അവിടെ പിടിച്ചിട്ടേ ഞാൻ അടങ്ങൂ എന്നുള്ള ഒരു തീരുമാനമാണ് ഈ പറയുന്ന റഷ്യക്കുള്ളത്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റഷ്യ പോളണ്ടിൽ ആക്രമണം നടത്തി. പോളണ്ട് നാറ്റോ രാജ്യമാണ്. നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെ ഇടപെടണമെന്നാണ്. പക്ഷെ ആ വിഷയത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടാൻ അമേരിക്ക തയ്യാറായില്ല. ഈ തൊട്ടിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇസ്രയേലിന്റെ ആവശ്യം എന്താണ്? ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾക്ക് ഹമാസിന്റെ നേതാക്കളെ എല്ലാവരെയും ഇല്ലാതാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഗാസയിലോ ഇറാനിലോ ഒന്നും ആക്രമണം നടത്തുന്നത് പോലെ ഖത്തറിൽ നടത്താൻ കഴിയില്ല. ഖത്തറിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതും. അതുപോലെ തന്നെ ഇപ്പോൾ ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിലുള്ളതാണ് ഖലീൽ അൽ ഹയ്യയും അതുപോലെ തന്നെ ഖാലിദ് മിഷാലും. ഈ 2 തലയെടുക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതിന് എന്ത് വഴിയും അവർ സ്വീകരിക്കും. പക്ഷേ ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഖത്തറിന് ഇപ്പോൾ തിരിച്ചടിക്കാനായിരുന്നെങ്കിൽ സമയം എപ്പോഴേ കഴിഞ്ഞു. പക്ഷെ ഖത്തർ അതിന് തയ്യാറാകില്ല. നയതന്ത്രപരമായി ഈ വിഷയം നേരിടാനായിരിക്കും ഖത്തർ തയ്യാറാകുക. കാരണം ഒരു യുദ്ധത്തിലേക്കൊന്നും പോകാൻ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ഇനി ഒരു കാലത്തും അവർ തയ്യാറാകില്ല. ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകും, അതിശക്തമായ നീക്കങ്ങളുണ്ട്. പക്ഷെ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ പിന്തുണയ്ക്കാൻ അറബ് രാജ്യങ്ങൾ അങ്ങനെ ഒരു ആവശ്യം വെച്ചാലും ഒരു പരിധിയിൽ കൂടുതൽ അതിനെ പിന്തുണയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്കയുമായി ബന്ധത്തിലും വിള്ളലുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉറപ്പായിട്ടും. അത് ഇനിയിപ്പോൾ ട്രംപ് കാണിച്ചു വെച്ച മണ്ടത്തരങ്ങളാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്. നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളായിരുന്നു. പക്ഷേ
തുടക്കത്തിൽ ഈ രാജ്യങ്ങൾക്കെല്ലാം കയറിയടിക്കാനുള്ള അനുമതി കൊടുക്കുകയും എന്നാൽ അധികാരത്തിൽ കയറിയപ്പോഴത്തേക്ക് നിന്ന നിൽപ്പിൽ പ്ലേറ്റ് മാറ്റുകയും ചെയ്ത ട്രംപിന്റെ നടപടിയാണ് ഈ യുദ്ധങ്ങളെല്ലാം കൂടുതൽ വഷളാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടം കൊണ്ട് തീരുമെന്ന് കരുതുന്നില്ല. ഇറാനും ഇസ്രയേലും തമ്മിൽ അടുത്ത ആക്രമണത്തിനുള്ള നീക്കങ്ങൾ ശക്തമായി തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ആക്രമണം ഉണ്ടാകാം. അതിന്റെ വക്കിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ട്രംപ് കുറച്ച് വെള്ളം കുടിക്കും. ഖത്തറും അറബ് രാജ്യങ്ങളും സുരക്ഷാ പങ്കാളിത്തങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കും. അവരുടെ പ്രതിരോധ ശേഷി. അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇസ്രയേലിനെയും പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇവരുമൊക്കെ ആയിട്ട് നയതന്ത്ര ബന്ധത്തിനപ്പുറം വ്യാപാര ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെയുള്ള വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും പൂർണ്ണമായും കൈവിട്ട് കളയാൻ ട്രംപിന് കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കും. അതൊരു യുദ്ധമല്ല, മറിച്ച് ഈ പറയുന്ന നയതന്ത്രപരമായി ഇസ്രയേലിനെ വീഴ്ത്താനുള്ള നീക്കങ്ങൾ അവര് ശക്തമാക്കും. കാരണം ഇനി ഒരു ഗൾഫ് രാജ്യത്തിന് മേലെ ഇസ്രയേലിന്റെ ആയുധം വരരുത് എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അതിശക്തമായ മറ്റൊരു വഴി കണ്ടെത്തും. വേണമെങ്കിൽ ഒന്നും ചെയ്യാം. ഖത്തറിന് വേണമെങ്കിൽ പറയാം, ഇനി ഹമാസ് നേതാക്കൾ അവിടെ പാടില്ല എന്നൊരു നിയമം എന്ന് പറയാൻ പറ്റില്ല. ഇസ്രയേൽ മുൻപ് ആ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു അടി മേടിച്ചു കൂട്ടിയത്. വേണമെങ്കിൽ അങ്ങനെയും തീരുമാനിക്കാം. ഇനി ഹമാസ് നേതാക്കന്മാർ ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളിൽ ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു മധ്യസ്ഥത വഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങൾ മറ്റു രാജ്യങ്ങളെ വേണമെങ്കിൽ വിളിച്ചോ എന്ന് പറഞ്ഞ് ഖത്തർ കൈയൊഴിയാൻ ചാൻസ് ഉണ്ട്. ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അമേരിക്കയുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാനുള്ള ഇപ്പോൾ റഷ്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഇസ്രയേലിനുണ്ടാകും. അതായത് മറ്റു രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതാണ് ഇസ്രയേലിന് ഇനി വരാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി. ഇത് സാമ്പത്തികപരമായി ഇസ്രയേലിനെ ബാധിക്കും, വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമാണത്. ഒപ്പം തന്നെ അമേരിക്കയും ബാധിക്കും. അമേരിക്കയ്ക്ക് ഇപ്പൊ ഒരു ചീത്തപ്പേര് വന്നു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ചീത്തപ്പേര് വന്നു എന്ന് പറയാൻ പറ്റില്ല, ട്രംപിന് ചീത്തപ്പേര് വന്നു. ട്രംപിന്റെ ചില നയങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി രൂക്ഷമായത്. ഇപ്പൊ ഖത്തറും ഇസ്രയേലും ഒരുപോലെ ട്രംപിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇസ്രയേൽ പറയുന്നു ട്രംപ് ആവശ്യത്തിനുള്ള സപ്പോർട്ട് തന്നില്ല, ട്രംപിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഖത്തർ പറയുന്നു ട്രംപ് യഥാർത്ഥ സമയത്ത് അറിയിച്ചില്ല, അതുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന്. അപ്പൊ രണ്ടു കൂട്ടരും കുറ്റം പറയുന്നത് ട്രംപിനെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. മലയാളി വാർത്ത പ്ലസ്, like, share and subscribe.